ഇപ്പോൾ നമ്മുടെ ഫോൺ ഇപ്പോൾ ലൈവായിട്ട് ഹാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നോർമലി എല്ലാവരെയും ഉള്ള പോലെ തന്നെ ഒരു ടെൻഷനും കാര്യങ്ങളും ആദ്യം എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ ഫോണിൽ അത്ര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഹാക്കിങ്ങിന് വേണ്ടി കൊടുക്കുമ്പം ഉണ്ടാവുന്ന ഒരു പേടി അത് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊരു ഒരു ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുൻപ് എന്തെങ്കിലും ഹാക്കിങ് ത്രെഡ് അനുഭവിച്ചിട്ടുണ്ടോ? യെസ്, എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു 8 months ബാക്ക് ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഫുള്ളി സോൺഡ് ഔട്ട് ആയിരുന്നു, എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇതുപോലെ സൈബർ ഡോമിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ അക്കൗണ്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ യെസ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് തിരിച്ച് കിട്ടിയല്ലേ? തിരിച്ച് കിട്ടി, അതപ്പോൾ തന്നെ കിട്ടി. ഓക്കെ. അപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഫോൺ ഹാക്ക് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ ഇനി എന്താണ്, ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തോ? അപ്പോൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തു, ബിക്കോസ് നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് ചെയ്യണമല്ലോ. ബട്ട് എന്നാലും അവരത് ഹാക്ക് ചെയ്തെടുത്തൊരു സാധനമായതുകൊണ്ട് ഫോൺ കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സോ ഐ എം ലൈക്ക് പ്ലാനിങ് ടു റീസെറ്റ് മൈ ഫുൾ ഫോൺ. യെസ്. ഓ, ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഫോൺ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും. യെസ്. എനിവേ, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ കുറേ ഐഡിയാസ് കിട്ടി. നമുക്ക് പല പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അഗ്രി ചെയ്ത് അലോ ചെയ്ത് വിടാറുണ്ട്. ഇനി ഒരു ആപ്ലിക്കേഷൻ ഫ്യൂച്ചറിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു തോട്ട് പ്രോസസ്സ് പോകും, ഇത് സെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് വല്ലയോ എന്നുള്ളത്. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്.